എന്തൊക്കെ ചെയ്തിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല ഡോക്ടറെ. ഒരുപാട് ശ്രമിച്ച്, കുറേ മരുന്നുകൾ കഴിച്ച്, കുറേ ഞാനായിട്ട് എൻ്റെ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കി. പലരും പറഞ്ഞിട്ടുണ്ട് ചായ കുടിക്കാൻ പാടില്ല രാത്രിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാപ്പി കുടിക്കണോണ്ടാണ് ഉറക്കം പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ അടുത്ത് കൂടെ പോയാൽ മതി, അന്ന് എൻ്റെ ഉറക്കം പിന്നെ തീരുമാനമായി എന്നുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിലൊന്ന് അറിയാണ്ടങ്ങ് ഞെട്ടിച്ചാടി എണീക്കും, പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. പലപ്പോഴും രാവിലെ ആയി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എനിക്ക് ഉറക്കം വരുന്നത്. ഈ ഒരു സാഹചര്യം ആവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു 5 മണി കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പം പിന്നെ ഉറങ്ങാനുള്ള ടൈം ആകെ 2 മണിക്കൂറൊക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിത ശൈലി തന്നെ ഇത് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. ഞാൻ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഉറക്കക്കുറവിനെ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയെ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പലപ്പോഴും അതിന് മെഡിസിൻസ് എന്നുള്ളതല്ല, ഒരുപാട് മരുന്നെടുക്കുക എന്നുള്ളതല്ല ശരിക്കും ഉറക്കക്കുറവിന് വേണ്ടത്. പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയിലും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് നോർമലായിട്ട് ഉറങ്ങാനും നല്ല ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊരു നല്ല ഡേ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. ഇപ്പം ഉറക്കക്കുറവ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം രാത്രി ചില ആളുകൾക്ക് രാത്രി തീരെ ഉറങ്ങാത്ത ആളുകളുണ്ട്. അതായത് രാത്രി കിടന്ന മുതൽ ചില ആളുകൾക്കൊരു ഞാൻ 10 മണിക്ക് കിടക്കുന്നുണ്ട്, പക്ഷെ ഞാനൊരു 3 മണി ആവാണ്ട് അല്ലെങ്കിൽ ഒരു 2 മണി ആവാണ്ട് ഒരു 12 മണി കഴിയാണ്ട് എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല എന്ന അവസ്ഥയിലുള്ള ആളുകളുണ്ട്. ചില ആളുകളുണ്ട് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ചിലപ്പോൾ ആർക്കെങ്കിലും സുഖമില്ലാണ്ടായി എന്നുള്ളതോ, അല്ലെങ്കിൽ ആരുടെയോ വീട്ടിൽ ആരോ മരിച്ചു എന്നുള്ളതോ, അല്ലെങ്കിൽ ആരുടെയോ വീട്ടിൽ ആർക്കോ എന്തോ ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മാരക രോഗങ്ങളുണ്ട് എന്നുള്ളത് കേട്ടതിൻ്റെ ബാക്കിയായിട്ട് ഈ ആളിത് ആലോചിച്ച് അയ്യോ എന്നുള്ള രീതിയിൽ അന്നത്തെ രാത്രിക്കത്തെ ഉറക്കം ഇല്ലാണ്ടാകുന്ന ആളുകളുണ്ട്. അതേപോലെ ചില ആളുകളുണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ആദ്യം ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഉറക്കത്തിൻ്റെ ഇടയിൽ ചിലപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ ആൾ തന്നെ പെട്ടെന്ന് എന്തോ വീഴുന്ന പോലെ തോന്നിയിട്ട് അതിലങ്ങ് ഞെട്ടി ഉണരും, എന്തോ കുഴിയിലേക്ക് വീഴുന്ന പോലെ തോന്നി, അതിൻ്റെ ശേഷം പിന്നെ ആ ഞെട്ടല് കാരണം എൻ്റെ ഉറക്കം പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ബേസിക് ആയിട്ട് ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ്. പലപ്പോഴും നമുക്ക് നമ്മളുടേതായ സ്ട്രെസ്സ് വേണമെന്നില്ല, ബാക്കിയുള്ളവരെ സ്ട്രെസ്സ് നമ്മൾ സ്ട്രെസ്സായിട്ട് എടുത്ത് വെച്ചാലും മതി. വേറൊരാൾക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ സങ്കടം കേട്ടത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ജീവിതത്തിൽ നമ്മൾക്കൊരിക്കലും നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റാൻ പറ്റില്ല, അല്ലേ? ചില ആളുകൾ വന്ന് പറയാറുണ്ട്, ചിലപ്പം കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിൻ്റെ കൂടെ, അതായത് ഇൻലോസിൻ്റെ കൂടെ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറാണ്ട് എൻ്റെ ഉറക്കക്കുറവ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എപ്പോഴും അവരുമായിട്ട് ഭയങ്കര ഇഷ്യൂസാണ്. അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കുക, അവരെന്നോട് പറയുന്നതും അവരെന്നോട് ചെയ്യുന്നതൊക്കെ ആലോചിച്ച് എൻ്റെ ഉറക്കമില്ലാണ്ടായിപ്പോയി, എനിക്ക് ഉറക്കക്കുറവ് ഭയങ്കരമാണ്, എനിക്ക് രാവിലെ ആവാണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ ഭയങ്കര ക്ഷീണമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചുറ്റുപാടുകൾ ഇപ്പം പറഞ്ഞ പോലെ കടലിൽ വീണു കഴിഞ്ഞാൽ നമുക്ക് നീന്തി രക്ഷപ്പെടില്ലാതെ മാർഗ്ഗമില്ല, അല്ലെങ്കിൽ നീന്തിയില്ല എന്നാണെങ്കിൽ അതിൽ നമ്മൾ മുങ്ങിച്ചാവും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ചുറ്റിലുള്ള ആളുകൾ ഇങ്ങനെയാണ്, എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, പക്ഷേ അവർ പെരുമാറുന്ന രീതി ആവണമെന്നില്ല എൻ്റെ സന്തോഷം ഞാൻ തീരുമാനിക്കാൻ. ഞാൻ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം ചോയ്സ് ആണ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്ന് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിപ്പം ഇൻലോസിൻ്റെ കേസ് എന്നുള്ളതല്ല, ചിലപ്പോൾ നമ്മൾ വർക്ക് സ്പേസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ പാർട്ട്ണർ ആവാം, ആരും ആയിക്കോട്ടെ. അപ്പം നമ്മളുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരെനിക്ക് സമാധാനം തന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാകൂ എന്ന് കരുതുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതാണ് അതങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്നുള്ളത്. നമ്മൾ എന്നാണോ ഹാപ്പി ആവണത്, അവരെന്നെ ഹാപ്പി ആക്കണം എന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആക്കിക്കോട്ടെ. പക്ഷെ ഹാപ്പി ആവണോ അല്ലെങ്കിൽ സാഡ് ആവണോ അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്, ഒരിക്കലും എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളല്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലെ പകുതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏകദേശം 3/4 പ്രശ്നങ്ങളും അവിടെ തീരുകയാണ്. അപ്പം
സ്ട്രെസ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സ്ട്രെസ്സ് കാരണമാണ് പലപ്പോഴും ഉറക്കക്കുറവ് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് സ്ട്രെസ്സ് കയറുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ കൂടുന്നുണ്ട്. ഇത് കൂടുന്നതോടുകൂടെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ചില ആളുകൾ പറയാറുണ്ട് എപ്പോഴും ഭയങ്കര വേദനയാണ്, എന്നാൽ നോക്കുമ്പോഴെന്താണ് എല്ലാ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നോർമലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലും ഈ വേദന മാറാൻ പോകുന്നില്ല. അതായത് ചിലപ്പം സന്ധിവേദനകളായിരിക്കും, ചിലപ്പോൾ ശരീരം മൊത്തം വേദനയായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് രോഗിയാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ ഉറക്കക്കുറവും കൂടെ വരുമ്പം പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ ബോഡി എപ്പോഴും റീസെറ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന ടൈമാണ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അധികവും റിപ്പയർ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഉറക്കവും കൂടി ഇല്ലാണ്ടാകുമ്പം ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയുന്നുമില്ല, അതേപോലെ തന്നെ ഇത് കൂടി 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 വരിക ചെയ്യുന്നത്. ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലമേഷൻസും പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്ന സാധ്യതകളും കൂടുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്ക്രീൻ ടൈമാണ്. കാരണം നമുക്ക് സ്ക്രീൻ ടൈം ഇല്ലാതെ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സ്ക്രീൻ ടൈം ഇല്ലാതെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. കാരണം നമ്മളുടെ പലപ്പോഴായിട്ടുള്ള ഇപ്പം നമ്മളുടെ കരിയർ ആണെങ്കിലും നമ്മളുടെ വീട്ടിലാണെങ്കിലും ഞാനൊന്ന് സ്വസ്ഥതയിലൊന്ന് ഫോൺ നോക്കട്ടെ അല്ലെങ്കിൽ TV കാണട്ടെ എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. ഞാനിപ്പോൾ ഒന്ന് ഇരുന്നിട്ടുള്ളൂ, ഒന്ന് എല്ലാ പണിയൊക്കെ തീർത്ത് ഞാനൊന്ന് മൈൻഡ് ഫ്രീ ആയി ഇരുന്നിട്ടേ ഉള്ളൂ, ഇപ്പം ഞാനൊന്ന് സ്ക്രീന് കാണട്ടെ എന്നാണ് അധികം പറയാറുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ക്രീനിൽ എന്തൊക്കെയാണ് എന്നുള്ളതും വേറെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നത് റീൽസാണ്. റീൽസ് എന്ന് പറയുന്നത് അധികവും ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ബ്രെയിന് ഒന്ന് കാമായി ഒന്ന് റിലാക്സ് ആയിട്ട് വരേണ്ട സമയത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രത്യേകിച്ച് രാത്രികളിൽ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നിട്ട് ഫസ്റ്റ് ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫോൺ എടുക്കാത്ത അന്ന് രാത്രി നിങ്ങൾ ഒരു കിടക്കുന്നതിൻ്റെ ഒരു ½ to 1 hour മുന്നേ യൂസ് ചെയ്യുന്നില്ലാതെ നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഭയങ്കര കൂടെയുള്ളൊരു ഉറക്കമായിരിക്കും. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളാണെങ്കിലും നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ എനർജിയിലാണെങ്കിൽ പോലും അത് ഭയങ്കര ഡിഫറൻസ് വരുത്തും. അപ്പം എന്താണ് ഇതിൽ ഭയങ്കരമായിട്ട് ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഈ ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ അത് റീൽസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല യുദ്ധങ്ങളാവാം, അല്ലെങ്കിൽ പല രാഷ്ട്രീയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്താണോ നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി എന്താണ് പഠിച്ചോനെ ഇനി എന്താണ് ഇതിൽ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇത് തന്നെ മതി ആലോചിച്ചുണ്ടാക്കാൻ അല്ലേ. അപ്പം ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ എന്തായാലും ഈ ഒരു സ്ക്രീൻ ടൈം ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും നോക്കണം. അതേപോലെ തന്നെ പറയാനുള്ളതാണ് കെഫീൻ. യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് കാപ്പി കുടിച്ചാൽ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ ഉറക്കം വരാറില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അതായത് ഇതിലുള്ള കണ്ടൻറ്റ്, ഈ കഫീൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ നന്നായിട്ട് ഉണർത്താനും ആ ഒരു ഉറങ്ങുന്ന സമയത്തേക്ക് നമ്മൾ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം പറ്റുന്നതും ഈവനിങ്സിൽ കഫീൻ അല്ലെങ്കിൽ കോഫി, ടീ, ബിവറേജസ് അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് നാളെ ഹോളിഡേ ആണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെക്കേഷനാണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പം കുട്ടികൾക്ക് സ്കൂളില്ല, അല്ലെങ്കിൽ പലർക്കും ഓഫീസോ അല്ലെങ്കിൽ സ്കൂളോ അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലാവിഷായിട്ട് 2 മാസം ഞാൻ നല്ല ഉഷാറായിട്ട് എനിക്ക് തോന്നുന്ന നേരം കിടക്കാം, തോന്നുന്ന നേരം എണീക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇത് എല്ലാവർക്കും ബാധകമാണ്. കാരണം ചില ആളുകൾ ഈ വീക്കെൻഡ്സിലാണ് ഇത് അധികവും കാണാറുള്ളത്. സാധാരണ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കുന്ന ആളുകൾ ഏകദേശം 8 മണി അല്ലെങ്കിൽ 12 മണി, 1 മണി, 2 മണി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എന്തിനാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യം? ആകെ കിട്ടുന്ന ഒരു ദിവസം ഞാൻ അങ്ങ് ഉറങ്ങി തീർത്ത് എന്നാണ് അധികം പറയാറുള്ളത്. അപ്പം ഇത്തരത്തിൽ ഇപ്പം നിങ്ങൾക്ക് ചില ആളുകൾക്ക് അതേപോലെ പറയാനുള്ളത്, ഒരുപാട് കാലമായിട്ട് എന്താണ് ഒരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പകലെ ജോലിയില്ലാതെ രാത്രി മാത്രം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഉറക്കവും അവിടെ കോംപ്രമൈസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ സൈക്കിൾ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വൻ്റ് ആണ്. നമ്മളുടെ ബോഡിക്ക് ഒരു റിതം ഉണ്ട്. അതായത് ഇപ്പം സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന പോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് ഉറങ്ങുകയും അതിനനുസരിച്ച് എണീക്കുന്ന ഒരു സൈക്കിൾ നമ്മളുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ സൈക്കിൾ നിങ്ങൾ ഒട്ടും നോക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം നിങ്ങൾ ഭയങ്കര ഹഫസാഡസ് ആയിട്ടാണ് തോന്നിയ നേരത്താണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ആളുകളുണ്ട്, എനിക്ക് നാളെ നേരത്തെ എണീക്കണം, അല്ലെങ്കിൽ നാളെ പുതിയ ജോലിക്ക് കയറുകയാണ്, നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ
അന്ന് ഉറങ്ങാൻ കഴിയില്ല, കുറേ കാലത്തേക്ക് ആ ടൈമിലേക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം നിങ്ങളെ സൈക്കിള് ഭയങ്കര എന്താ പറയുക, ഒരിക്കലും ആ ഒരു റിതമിക് ആയിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ ഉറങ്ങുന്ന ടൈം ഒരേപോലെ ആക്കാനും ഉണരുന്ന ടൈം ഇനിയിപ്പോൾ ഏറെ വന്നാൽ ഒരു 1 or 2 hours, ഇതിലപ്പുറം നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. വൺസ് ഇൻ എ വൈൽ ഓക്കെ, പക്ഷേ ഇത് സ്ഥിരമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിർബന്ധപൂർവ്വം നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. പ്രത്യേകിച്ച് ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസസ് വരുന്നുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ. പിന്നെ പറയുന്നൊരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇന്നത്തെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും സെഡൻഡറി ആണ്. അല്ലെങ്കിൽ നമ്മൾ അധികം സ്ത്രീകൾ പറയാറുണ്ട്, ഞാൻ വീട്ടിലെ ജോലി ഒരുപാട് ചെയ്യാറുണ്ട്, ഞാൻ അത് കഴിഞ്ഞ ഡോക്ടർക്ക് അറിയില്ല ഒരു വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടാവും, എന്നിട്ട് ഇതിൻ്റെ പുറമെ ഞങ്ങൾ ഇളകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കഷ്ടമുണ്ട് എന്നാ പറയാം. പക്ഷെ അതിൽ പറയാനുള്ളത്, യെസ്, നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബോഡി ക്ഷീണിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ശരീരത്തിന് വരേണ്ട രീതിയിലുള്ള ഇളക്കങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇളക്കമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് വരുന്നില്ല. കാരണം പണ്ടത്തെ കാലത്ത്, യെസ്, ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് കല്ലിൽ അരിമാവ് ആട്ടുന്നതും അല്ലെങ്കിൽ അമ്മിമ്മലിട്ട് അരയ്ക്കുന്നൊക്കെ കാലത്ത് യെസ് നമ്മൾ നല്ല രീതിയിൽ ഇളകിയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള ഇളക്കം വരുന്നില്ല. ഇനി ഇത് പറയുമ്പോൾ ചില ആളുകളുണ്ട്, ഞാൻ ഒരു 10 സിറ്റപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടാറുണ്ട്, ഇങ്ങനെ ആട്ടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ആക്ച്വലി എക്സസൈസിൽ പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ, നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ വ്യായാമം ചെയ്തേ പറ്റൂ. നടക്കാറുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതിൽ പറയാനുള്ള ഈ നടത്തം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ നടന്നതിൻ്റെ ആ ഒരു മെയിനി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ അത് എക്സസൈസ് ആണ്. അതല്ല ആടിപ്പാടി വർത്താനൊക്കെ പറഞ്ഞ് ആഘോഷമായിട്ട് പതിയെ അതായത് 2 കിലോമീറ്ററോ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ പോലും വേർക്കുന്നില്ലാത്ത രീതിയിലാണ് നിങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും എക്സസൈസ് എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു രീതിയിൽ ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രെസ് ഡെയിലി ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി എപ്പോഴും ഭയങ്കര ഒരു അലേർട്ട് പൊസിഷനിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിനെ കുറച്ച്, അഡ്രിനാലിൻ്റെ ആ ഒരു അളവിനെ കുറച്ച് നിങ്ങൾ മെൻ്റലി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ നിർബന്ധമാണ്. അപ്പം ചില ആളുകൾ ജിമ്മിൽ പോകാറുണ്ട്, വെൽ ആൻഡ് ഗുഡ്. ചില ആളുകൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ആളുകളും നമ്മളുടെ വീട്ടുകളിലുണ്ട്. അപ്പം ഇത് നിർബന്ധമായിട്ടും നിങ്ങളൊരു 10 to 15 minutes ഡെയിലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഉറക്കക്കുറവ് വരുന്ന ആളുകൾ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈവനിങ്സിൽ ചെയ്യാതിരിക്കുക. ചില ആളുകളുണ്ട്, ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് അപ്പം പിന്നെ എനിക്ക് എൻ്റെതായ ഒരു ടൈം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് രാത്രികളിൽ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളിലും ചിലപ്പോൾ അവരുടെ ആ ഒരു നെർവസ് സിസ്റ്റം നല്ല രീതിയിൽ ഉണരാനും ഈ നമ്മൾ വിചാരിച്ച എഫക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ കിട്ടുക. അപ്പോൾ ഇപ്പോഴും മോർണിംഗ്സിൽ അല്ലെങ്കിൽ ഒരു ബിഫോർ ഈവനിങ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, ചില മരുന്നുകളിൽ ഉറക്കക്കുറവ് വരുത്താറുണ്ട്. അപ്പം നിങ്ങൾ പല രീതിയിലുള്ള മെഡിസിൻ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഉറക്കക്കുറവ് വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അവരോട് പറയുക, ഇങ്ങനെ എനിക്ക് ഉറക്കക്കുറവ് വരുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് ഒന്ന് ഉണർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ചില രോഗങ്ങളിലുണ്ട്, ഇപ്പം തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം അതിന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പക്ഷേ ഒരു പരിധി വരെ നിങ്ങളുടെ ഉറക്കക്കുറവിന് അവിടെ നമുക്ക് കൺട്രോളിൽ വരുത്താൻ കഴിയും. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പം ഇതല്ല, ഇതിലപ്പുറം നമുക്ക് എന്താണ് ചില കാര്യങ്ങൾ നമ്മളുടെ ബോഡീനെ കാം ചെയ്യണം എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലാക്സേഷൻ വരുന്നില്ല, അപ്പം എങ്ങനെയാണ് റിലാക്സേഷൻ വരുത്തേണ്ടത് എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ചായകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിലൊന്നെന്ന് പറയുന്നത് കെമോമിൽ ടീ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെമോമില്ല ചായ. അത് നിങ്ങളുടെ ബോഡീനെ നല്ല രീതിയിലൊന്ന് റിലാക്സ് ചെയ്യാനും നിങ്ങളുടെ മസിൽസിനെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് കൊണ്ടുവരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെയാണ് പാലിൽ മഞ്ഞളിട്ട് കുടിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് കാലങ്ങളിൽ ചെറുപ്പത്തിലൊക്കെ നമ്മളെ പാരൻസ് നന്നായിട്ട് കുടിപ്പിക്കുമായിരുന്നു. പക്ഷേ വലുതാവുന്ന തോറും നമ്മൾ ആ ഒരു ശീലം, പാലോ എനിക്ക് തീരെ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡീനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അതേപോലെ തന്നെയാണ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു
സ്പൂണ് തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത്. ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ജസ്റ്റ് സിപ്പ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡീനെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും മാറ്റില്ല എന്നാണെങ്കിൽ മാത്രമാണ് ആക്ച്വലി നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ വളരെ നിർബന്ധമാണ്. കാരണം നിങ്ങളുടെ ജീവിതശൈലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നില്ല, ദേഷ്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അറിയാണ്ട് റേസ് ആയി പോവാണ്, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരം രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിക്കേഷൻ എടുക്കേണ്ടതാണ്. ഞാനിവിടെ സാധാരണഗതിയിൽ എല്ലാം കൺസിഡർ ചെയ്ത്, നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ റിസൾട്ട് കിട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പകുതി അവരുടെ മൈൻഡാണ്, ബാക്കി പകുതിയെ നമുക്ക് ജോലി വരാറുള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിന് എങ്ങനെയാണ് കൺസൾട്ടേഷൻ കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.